അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹണി. ഞാൻ നൂർജഹാൻ. ഇപ്പോൾ കൊറോണ കാലഘട്ടമാണ്, എല്ലാവരും വീട്ടിൽ സേഫാണല്ലോ അല്ലേ? നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാനിവിടെ കടല ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കടല മുളകിട്ടത്, എന്ത് വേണമെങ്കിലും പറയാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ കടലയാണ് എടുത്തിരിക്കുന്നത്. രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറായിട്ടുണ്ടാകും. കടല നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം വെക്കാൻ, അതായത് കടലയുടെ മുകളിൽ വേണം വെള്ളം. ഇവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കടല നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടാൻ ചെറിയൊരു ടിപ്പാണിത്. കടലയിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ കടല നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സിമ്മിലാക്കി വെക്കണം. 10-15 മിനിറ്റ് വെക്കുക. ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ഓരോ കടലയുടെയും വേവിനനുസരിച്ച് വ്യത്യാസം വരും. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉള്ളിയും മുളകും ചതച്ചെടുക്കാം. ഞാനിവിടെ 35ഓളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. 2 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം ചെറിയ ഉള്ളി ചേർക്കാം. മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം മുളക് ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കി മുളകിലേക്കിട്ട് ചതച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. മുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക.
തിളച്ച് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പുട്ട്, ഇടിയപ്പം, ഉപ്മാവ്, കഞ്ഞി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.